ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബോ വേൾഡ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം എങ്ങനെ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാമെന്ന്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ചെയ്തിട്ട്. ഞാനിപ്പോൾ ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട്. അപ്പം വീഡിയോ ചെയ്യാതിരുന്നത് ഇവിടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്സ് ആട്ടോ. കാണുന്നുണ്ടോ? ഇതിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ. സാധനം നേരിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. അങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്കത് മേക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. വിളിക്കല്ല കേട്ടോ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വിളിക്കണ്ട, വാട്സപ്പിൽ എന്താവശ്യം ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയ്ക്ക് പോകാം കേട്ടോ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയ്ക്ക് പോയേ. നമ്മളിതുപോലെ അലിഗേറ്റർ ക്ലിപ്സാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഫ്ലവർ, ഒരു തരം ലൈസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലൈസാണ്. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കളർ വേറെ ആയിട്ടാണ് കാണുന്നത്. ഇത് ശരിക്കും ഒരു നല്ലൊരു പർപ്പിൾ കളറാണ്. അതും അതുപോലെ തന്നെ യെല്ലോ, ഈ രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കാണുന്നേക്കാളും കളർ വ്യത്യാസമുണ്ട് കേട്ടോ. നേരിൽ കാണുമ്പോൾ നല്ല കളറാണ്, ഇതിൽ കാണുമ്പോൾ ഒന്നും കൂടി ലൈറ്റ് കളർ മങ്ങിയിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്കിതുപോലൊരു സെൻട്രൽ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഞാനിതാ 2 ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്, വയലറ്റ്. അത് ഈ ബീഡ്സ് 2 യെല്ലോ ബീഡ്സ്, ഇത് ഗ്ലൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് സിസർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അളന്ന് നോക്കി നമ്മൾ വലിപ്പത്തിന് ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുക്കാം കേട്ടോ. എനിക്ക് ഇപ്പോൾ ഇത്ര വലിപ്പം മതി. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇത്തരം പോകുന്നൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ ഇല്ല, ഒരു 15 സെൻറ്റിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതുപോലെ യെല്ലോ എന്നൊരു പീസ് എടുക്കുന്നുണ്ട്. അത് അത്ര വലിപ്പമില്ല, അതിനേക്കാളും ചെറുതായിട്ടൊരു പീസ് എടുക്കുന്നുണ്ട്. ഇത്ര പോകുന്ന പീസാണ് എടുക്കണേ. അത്ര വലിപ്പത്തിൽ എടുക്കണില്ല കേട്ടോ, അതിനേക്കാളും ചെറിയ പീസാണ്. ഇങ്ങനെ സെൻറ്റർ മടക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കറക്റ്റ് സെൻറ്റർ അല്ലേ നോക്കിയതാണ്. സെൻറ്റർ മടക്കിയിട്ട് ഞാനിതുപോലെ ഒന്ന് അങ്ങനെ കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഇതും ചെയ്യാം കേട്ടോ. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ വരുന്ന ഭാഗത്ത് ഇതിൻ്റെ അവിടെ കറക്റ്റ് ആ സെൻറ്റർ വരുന്ന ഭാഗത്ത് തന്നെ ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഭംഗിയില്ലേ കാണാൻ. ഇനി നമ്മൾ ഇവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നൂലെടുത്തിട്ട് ഞാനിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഏത് കളർ നൂലായാലും കുഴപ്പമില്ല. നമ്മളവിടെ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ പോർഷനിലൊരു ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കെട്ടി കൊടുക്കുക. സെൻറ്ററാക്കിയിട്ട് കെട്ടണം, അത്രയും ശ്രദ്ധിക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. കറക്റ്റ് സെൻറ്ററാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. 2 പോയിൻ്റെയും സെൻറ്റർ തന്നെ ആവണം. ബാക്കിലേക്ക് ആക്കിയിട്ട് ഞാൻ കെട്ടുന്നു കേട്ടോ. ആ നൂലിൻ്റെ ഓക്കെ,
ഞാൻ ബാക്കിലേക്ക് കിട്ടിയിട്ട് ഈ നൂല് ഞാൻ കുറച്ചവിടെ ബാലൻസ് വയ്ക്കുന്നുണ്ട്. നമ്മളിതാ ഇതുപോലെ ഒരു നൂലും കൂടി എടുത്തിട്ട് കെട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയ പോലെ തന്നെ സൈഡിലേക്ക് ഇറക്കിയിട്ട് താഴത്തേക്കാക്കിയിട്ട് ഒരേ അളവിൽ കേട്ടോ. ഇത് ഞാനിപ്പോൾ സാധാ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി ഗ്ലൈസിങ് ഒക്കെ ഉള്ള ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുത്താൽ ഒന്നും കൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലിപ്പോൾ എംബ്രോയ്ഡറി ത്രെഡാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാൻ ബോൾസ് എടുക്കുന്നുണ്ട്. അതായത് ബോൾസ് അല്ല, ബീഡ്സ്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോണത് നമുക്കിത് ഈ അലിഗേറ്റർ ക്ലിപ്സ്. ഇത് ഞാൻ വലിയ അലിഗേറ്റർ ക്ലിപ്സ് എടുത്തുള്ളൂ കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. വലുതായിരിക്കും കുറച്ച് വലിയ ബോയൊക്കെ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലുതെടുത്തത്. നമുക്ക് ഈ ബോ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ അലിഗേറ്റർ ക്ലിപ്സിൽ നന്നായിട്ട് ഗമ്മാക്കുക. കാരണം ഇത് നൈസായിട്ടുള്ള നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് വേറെ ഒന്നും അറ്റാച്ച് ചെയ്യാൻ വേറെ ആവശ്യമില്ല. ഇത് തന്നെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ സെൻട്രൽ പോർഷനായിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കാണുന്നില്ലേ? അങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചോളുണ്ട്, എന്നാലാണ് അത് പെർഫെക്റ്റ് ആവും. പിന്നെ നമുക്കിനി ഈ ഒരു സെൻട്രൽ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ സെൻട്രൽ പീസ് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനതവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം കൊടുത്താൽ അതവിടെ ഇരുന്ന് ഒട്ടിക്കോളൂ കേട്ടോ. നമ്മൾ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. തിരക്ക് പിടിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഒരു അലിഗേറ്റർ ക്ലിപ്സ് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ അലിഗേറ്റർ ക്ലിപ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സെൻറ്റർ പീസ് ഒന്ന് ശരിക്കും ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീതെ അങ്ങനെ ഒരു അലിഗേറ്റർ ക്ലിപ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് കറക്റ്റായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ നമ്മൾ ആ ഒട്ടണ നേരം കൊണ്ട് നമുക്കിതിൽ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഈ ചെറുതിൽ ഇതാട്ടോ, ഞാൻ ബട്ടർഫ്ലൈ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്ത് ഒരു കെട്ട് കൊടുക്കുക. ബട്ടർഫ്ലൈ ബീഡ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് അത്രേ വേണ്ടുള്ളൂ. കുറച്ച് വൃത്തിയിലൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഒരു കെട്ട് മതി കണ്ടോ. അത് ഇനി ബാലൻസ് വരുന്ന കുഞ്ഞു പോർഷൻ ഒരു വാല് പോലെ അതൊക്കെ എടുക്കണം. അതങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ബട്ടർഫ്ലൈ ബീഡ് ഇടുന്നുണ്ട്. എന്നിട്ടിതാ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കെട്ട്, നോർമൽ ഒരു കെട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കെട്ട് കെട്ടില്ലേ, അതുപോലൊരു കെട്ട് അതേ ആവശ്യമുള്ളൂ. കാരണം അത് ബീഡ്സ് പുറത്തേക്ക് പോവില്ല. എൻ്റെ ഹോളിനേക്കാളും ഇത്തിരി വലുതായിരിക്കും. കണ്ടില്ലേ, 2 ബീഡ്സ് ഞാൻ ഇതിൽ കോർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വെട്ടി കൊടുക്കട്ടെ കേട്ടോ. നേരത്തെ വെട്ടിയതുപോലെ ബാലൻസ് നിൽക്കുന്ന വാല് പോലെ നിൽക്കുന്ന ഈ പോർഷനാണ്ട് വെട്ടി കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി ഞാനിതാ ബട്ടർഫ്ലൈ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. യെല്ലോ ബട്ടർഫ്ലൈ ബീഡ്സും പർപ്പിൾ ബട്ടർഫ്ലൈ ബീഡ്സ്. ഓക്കെ,
എന്നിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞിക്കിട്ട് കെട്ടുക. ഓക്കെ, ഇതാ ഒരെണ്ണം കൂടി ഇടാണ്ട് കേട്ടോ. ഇതാ ജസ്റ്റ് ഒരു കെട്ടിട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ നമ്മുടെ ബോ റെഡിയായി. ഞാൻ ഈ യെല്ലോൻ്റെ അടിയിലത്തെ വാല് കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വാലൊന്ന് കെട്ടിയിട്ടെ. നമ്മൾ കിട്ടിയതിൻ്റെ ബാലൻസ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോൻ്റെ രണ്ടെണ്ണത്തിൻ്റെയാണ് കട്ട് ചെയ്യാത്തത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ അല്ലേ ഫിനിഷിങ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോയ്? എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ? നമ്മളിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. അപ്പോൾ അതിലേക്ക് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അയയ്ക്കുക. പിന്നെ ഇനി അടുത്ത മോഡൽ എങ്ങനത്തെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും ഫോട്ടോസ് അയച്ചാൽ ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ മേക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കൂട്ടാവുക കേട്ടോ. ഓക്കെ.